മുന്നണിയിലെ ധാരണാപ്രകാരമാണ് മന്ത്രിമാരുടെ രാജിയെന്ന ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ. മന്ത്രിസഭയിലേക്ക് എത്തിയ കെ.ബി. ഗണേഷ് കുമാറിന്റെയും കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും സത്യപ്രതിജ്ഞ 29-ന് നടക്കും. വകുപ്പുകൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടേതാകും അന്തിമ തീരുമാനം. ജനാധിപത്യ കേരള കോൺഗ്രസ്, INL, കേരള കോൺഗ്രസ് ബി, കോൺഗ്രസ് എസ് എന്നീ ഘടകകക്ഷികൾക്ക് 2.5 വർഷം വീതം മന്ത്രിസ്ഥാനമെന്ന LDFിലെ മുൻധാരണ പ്രകാരമാണ് മന്ത്രിസഭാ പുനഃസംഘടന. ഇന്ന് ഇടതുമുന്നണി യോഗം ചേരുന്നതിനു മുന്നേ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് രാജിക്കത്ത് നൽകി. പുതിയ മന്ത്രിമാരായ കെ.ബി. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും 29-ന് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്യും. ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിനും അഹമ്മദ് ദേവർകോവിലിന്റെ തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനും എന്നതായിരുന്നു ധാരണ. എന്നാൽ വകുപ്പുകൾ സംബന്ധിച്ച് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടില്ലെന്നും മുഖ്യമന്ത്രിയാകും അന്തിമ തീരുമാനമെടുക്കുകയെന്നും LDF കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് ഇന്ന് വകുപ്പുകളൊന്നും പറയേണ്ടതില്ല. പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ ചുമതലയാണ്. അത് അവർ സത്യപ്രതിജ്ഞ ചെയ്താലേ മന്ത്രിയാവും, എന്നാലേ അവർക്ക് വകുപ്പ് കൊടുക്കാൻ പറ്റൂ. വകുപ്പ് കൊടുത്തിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യിക്കാറില്ല. ഗതാഗത വകുപ്പിൽ കേരള കോൺഗ്രസ് ബിക്ക് വലിയ താൽപര്യമില്ലെന്നാണ് സൂചന. അതുകൊണ്ടാണ് വകുപ്പുകളിൽ അന്തിമ തീരുമാനം വൈകുന്നത്. CPM മന്ത്രിമാരുടെ കാര്യത്തിൽ അഴിച്ചുപണിയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് മറ്റു മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും മന്ത്രിമാരെല്ലാം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്നുമായിരുന്നു ഇ പി ജയരാജന്റെ മറുപടി. ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. മന്ത്രിമാരെല്ലാം നല്ല സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.